ഭൂമിയിലേക്ക് ഡാറ്റ കൈമാറുന്ന സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹിരാകാശത്ത് വെച്ച് തന്നെ ലഭ്യമാകുന്ന ഡാറ്റ അപഗ്രഥിച്ച് വിശകലനം ചെയ്യുന്ന രാജ്യത്തിന്റെ ആദ്യ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ ഉപഗ്രഹം പാത്ത് ഫൈൻഡർ വികസിപ്പിക്കാനുള്ള നിർണായക ചുവടുവയ്പുമായി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇക്കാലമത്രയും ഉപഗ്രഹങ്ങളെന്നാൽ അവ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തി ഭൂമിയിലെ ഡാറ്റാ സെന്ററുകളിലേക്ക് അയക്കുന്ന സംവിധാനങ്ങളായിരുന്നു. അങ്ങനെ ലഭ്യമാകുന്ന ചിത്രങ്ങളും മറ്റും ഭൂമിയിലെ വൻ ഡാറ്റാ സെന്ററുകളും കമ്പ്യൂട്ടറുകളും വിശകലനം ചെയ്ത് വിവരങ്ങളാക്കി മാറ്റും. എന്നാൽ ഈ പരമ്പരാഗത രീതിക്ക് മാറ്റമുണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യ. ബഹിരാകാശത്തു തന്നെ ഡാറ്റ പ്രോസസ് ചെയ്ത് സ്വന്തം നിലയിൽ ചിന്തിച്ച് നിഗമനങ്ങളിലെത്തുന്ന പുതുതലമുറ ഉപഗ്രഹങ്ങൾക്ക് വഴിതുറക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ ഉപഗ്രഹമായ പാത്ത് ഫൈൻഡർ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക കമ്പനിയായ പിക്സലും സർവം എയും ചേർന്നാണ് ഈ അത്യാധുനിക പദ്ധതി വികസിപ്പിക്കുന്നത്. ബഹിരാകാശത്തിലെ ഒരു കമ്പ്യൂട്ടർ എന്നാണ് സാങ്കേതിക ലോകം പാത്ത് ഫൈൻഡർ ഉപഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത് വെറും ചിത്രങ്ങൾ പകർത്തുന്ന ഉപഗ്രഹമല്ല, മറിച്ച് തത്സമയം ഡാറ്റ വിശകലനം ചെയ്ത് ഭൂമിയിലേക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന സംവിധാനമാണ്. സാധാരണ ഡാറ്റാ സെന്ററുകൾ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വൻ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് സെർവറുകളും GPUകളുമാണ് അവയുടെ ഹൃദയം. നിർമ്മിത ബുദ്ധി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വലിയ ഡാറ്റാ വിശകലനം തുടങ്ങിയവയ്ക്ക് ഇവ അത്യാവശ്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്ററുകൾക്ക് വലിയ അളവിൽ വൈദ്യുതിയും സ്ഥലവും തണുപ്പിക്കൽ സംവിധാനങ്ങളും ആവശ്യമാണ്. AI വളർച്ചയോടെ ഈ ആവശ്യകത അതിവേഗം ഉയരുകയാണ്. ഇതോടെ ഭൂമിയിലെ ഡാറ്റാ സെന്ററുകൾ പരിസ്ഥിതിക്കും ഊർജ വിഭവങ്ങൾക്കും വലിയ സമ്മർദ്ദമായി മാറുന്നു. ഇതിന് ബദലായാണ് ഓർബിറ്റൽ ഡാറ്റാ സെന്റർ എന്ന ആശയം ഉയരുന്നത്. ബഹിരാകാശത്ത് സൗരോർജം ധാരാളം ലഭ്യമാണ്. അന്തരീക്ഷ താപനിലയും ഭൂമിയേക്കാൾ വ്യത്യസ്തമാണ്. അതിനാൽ ഭ്രമണപഥത്തിൽ തന്നെ ഡാറ്റ പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭൂമിയിലെ സർവർ കേന്ദ്രങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാത്ത് ഫൈൻഡർ എന്നാൽ 200 കിലോഗ്രാം ഭാരമുള്ള വെറും നിരീക്ഷണ ഉപഗ്രഹമല്ല. ഇതിൽ അത്യാധുനിക GPUകളും AI പ്രോസസിംഗ് സംവിധാനങ്ങളും സജ്ജീകരിക്കും. ഭൂമിയെ നിരീക്ഷിക്കുന്നതിനായി പിക്സൽ കമ്പനി വികസിപ്പിച്ച ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറയും ഇതിലുണ്ടാകും. സാധാരണ ക്യാമറകൾ കാണാത്ത തരത്തിലുള്ള സൂക്ഷ്മ വിവരങ്ങൾ വരെ ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറകൾക്ക് കണ്ടെത്താനാകും. വനനശീകരണം, ജലമലിനീകരണം, കൃഷിയിടങ്ങളിലെ മാറ്റങ്ങൾ, ഖനന പ്രവർത്തനങ്ങൾ, സമുദ്രത്തിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും. ഇക്കാലമത്രയും ഇതുപോലുള്ള ഡാറ്റ ഭൂമിയിലേക്ക് അയച്ച് പിന്നീട് വിശകലനം ചെയ്യുകയാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ പാത്ത് ഫൈൻഡർ ബഹിരാകാശത്ത് തന്നെ പാറ്റേണുകൾ തിരിച്ചറിയുകയും മാറ്റങ്ങൾ കണ്ടെത്തുകയും നിർണായക വിവരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതായത് ചിത്രം പകർത്തുക, ഭൂമിയിലേക്ക് അയക്കുക, വിശകലനം ചെയ്യുക എന്നിങ്ങനെയുള്ള ദൈർഘ്യമേറിയ പ്രക്രിയ വളരെ വേഗത്തിൽ ഈ ഉപഗ്രഹം തനിയെ പൂർത്തിയാക്കും. സർവം AI ലാർജ് ലാംഗ്വേജ് മോഡലുകളും AI സംവിധാനങ്ങളുമാണ് പാത്ത് ഫൈൻഡറിന്റെ ബുദ്ധിക്ക് അടിസ്ഥാനമായി മാറുക. അതായത് ഈ ഉപഗ്രഹം വെറുതെ ഡാറ്റ ശേഖരിക്കുകയല്ല, അതിനെ ആഴത്തിൽ അപഗ്രഥിച്ച് മനസ്സിലാക്കും. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്ത് കാട്ടുതീ പടരുന്നത്, അണക്കെട്ടിലെ ജലനിരപ്പിൽ പെട്ടെന്നുള്ള വ്യതിയാനമുണ്ടാകുന്നത്, അതിർത്തിയിലെ അസാധാരണ ചലനങ്ങൾ തുടങ്ങിയവ തത്സമയം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകാൻ ഭാവിയിൽ ഇത്തരത്തിലുള്ള ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനാകും. ബംഗളൂരുവിൽ പിക്സൽ സ്ഥാപിക്കാൻ പോകുന്ന പുതിയ ഗിഗാപിക്സൽ സൗകര്യത്തിലാണ് പാത്ത് ഫൈൻഡർ വികസിപ്പിക്കുക. വർഷത്തിൽ 100 ഉപഗ്രഹങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിയും വിധമാണ് ഗിഗാപിക്സൽ കേന്ദ്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ മേഖല അതിവേഗം വളരുന്ന സമയത്താണ് ഈ സുപ്രധാന നീക്കത്തിലേക്ക് രാജ്യം കാലെടുത്തു വെക്കുന്നത്. ഒരു കാലത്ത് സർക്കാർ ഏജൻസികൾ മാത്രം നിയന്ത്രിച്ചിരുന്ന മേഖലയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ കമ്പനികളും വൻ നിക്ഷേപങ്ങളുമായി കടന്നുവരുന്നു. അത് വലിയ വിപ്ലവാത്മകമായ ചലനങ്ങളാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നതും. ബഹിരാകാശത്തെ ഡാറ്റാ സെന്ററുകൾ എന്ന ആശയം ആഗോള ടെക് ഭീമന്മാരും ഇതിനകം തന്നെ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ച് സമാന ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഗൂഗിളും ഭ്രമണപഥത്തിൽ സൗരോർജ്ജം ഉപയോഗിച്ച് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചിട്ടുണ്ട്. 2026 ജനുവരിയിൽ ആക്സിയോം സ്പേസ് ലോ എർത്ത് ഓർബിറ്റിലേക്കുള്ള ആദ്യ ഡാറ്റാ സെന്റർ നോഡുകൾ വിക്ഷേപിച്ചതോടെ ഈ രംഗത്തെ മത്സരം ശക്തമായി. ഇപ്പോൾ ഇന്ത്യയും ആ രംഗത്തേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്.
നാളെയുടെ ഉപഗ്രഹങ്ങൾ സ്വയം തീരുമാനമെടുക്കുന്നവയാകാമെന്ന സൂചനയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഡാറ്റ ശേഖരിക്കുന്നതിൽ നിന്ന് ഡാറ്റ വിശദമായി മനസ്സിലാക്കി വിവരങ്ങളാക്കി മാറ്റുന്ന സംവിധാനങ്ങളിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് ഇന്ത്യയുടെ പാത്ത് ഫൈൻഡർ. ചുരുക്കി പറഞ്ഞാൽ പാത്ത് ഫൈൻഡർ വെറും ഒരു ഉപഗ്രഹമല്ല, ബഹിരാകാശത്ത് ഇന്ത്യ സ്ഥാപിക്കുന്ന ചിന്തിക്കുന്ന കമ്പ്യൂട്ടറാണ്. ഈ ഉപഗ്രഹത്തിന്റെ വികസനം സാധ്യമാകുന്നതോടെ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശക്തിയായി മാറും. വാർത്തയുടെ നിറം തേടി തനിനിറം.